റോഡിനിരുവശത്തും നിരനിരയായി പലഹാരക്കടകൾ. ഒരു കാലത്ത് തിരുവനന്തപുരം വെടിവെച്ചാങ്കോവിലെ കാഴ്ചകൾ അതായിരുന്നു. തലച്ചുമടായി പലഹാരങ്ങൾ കൊണ്ടുപോയി വിൽപ്പന നടത്തിയിരുന്ന കച്ചവട രീതി മാറി. പക്ഷേ വെടിവെച്ചാങ്കോവിലെ പലഹാരപ്പെരുമ പഴയ പ്രൗഢിയിൽ തന്നെ ഇന്നുമുണ്ട്. വെടിവഴിപാട് കൊണ്ട് പ്രസിദ്ധമായ വെടിവെച്ചാങ്കോവിൽ. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നല്ല പലഹാരങ്ങൾ കിട്ടും. ജിലേബി, പക്കാവട, മുറുക്ക്, മിച്ചർ, അച്ചപ്പം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പലഹാരങ്ങൾ. ഈ അമ്മമാരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പുന്നമൂട് പലഹാരത്തെരുവിലെ വീടുകൾക്ക് മുന്നിലെത്തിയാൽ ഈ കാഴ്ചകൾ കാണാം. പലഹാരക്കൂട്ടത്തിന് പിന്നിലായി എണ്ണയിൽ രുചിക്കൂട്ടുകൾ തിളച്ചുമറിയും, നറുമണം പരത്തും. ഈ അമ്മമാർക്കിത് വെറും ഉപജീവനം മാത്രമല്ല, ജീവിതം തന്നെയാണ്. എൻ്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ ഉണ്ട്. വീട്ടിലൊക്കെ ഉണ്ടാക്കി മുറത്തിൽ വെച്ച് കടയിൽ തുറന്നു ചന്തയിലൊക്കെ കൊണ്ട് വിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അമ്മൂമ്മയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ആരും പോകാറില്ല. ജീവിതം മാറിയിട്ട് എൻ്റെ മക്കളെ അയച്ച് ഈ കട വരുന്നത് എൻ്റെ മാമിയുടെ കടയിൽ വരുന്ന മക്കളെ അയച്ച് കടപ്പെട്ട് കടം ഉണ്ടായിരുന്നു. കടം തീർത്ത് ഇപ്പം മോന് പെണ്ണിട്ട് അവൻ തീർന്ന് ഇപ്പം ഞാൻ വേല ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് കഴിയണം. കടങ്ങളൊക്കെ തീർന്ന് ഇപ്പം എനിക്ക് ഒരു കടമില്ല. മക്കളെ പറ്റിയതേ ഉള്ളൂ. പണ്ടുകാലത്ത് വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ തിരുവനന്തപുരത്തെ വിവിധ ചന്തകളിൽ തലച്ചുമടായി എത്തിച്ച് വിൽപ്പന നടത്തുമായിരുന്നു. കാലം മാറിയതോടെ വീടുകളിൽ നിന്നും പാചകവും കച്ചവടവും കടകളിലായി, വിതരണം വാഹനങ്ങളിലായി, ഹോൾസെയിൽ കച്ചവടവും ഡിജിറ്റൽ പണമിടപാടുമായി. എന്നാൽ സ്വാദിന് മാറ്റമേയില്ല. അരി, ഉഴുന്ന്, പഞ്ചസാര, മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നാച്ചുറൽ ആയതുകൊണ്ട് ആൾക്കാർ തിരുവനന്തപുരത്തൊന്നും പുറത്തൊന്നും എല്ലാം ഇവിടെ വരുന്നുണ്ട്, ഈ ഏരിയയിൽ വരുന്നുണ്ട്. പണ്ട് ഇവിടെ 1-2 കടകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരുപാട് കടകളായി. ഇത് വാങ്ങിച്ച് കഴിക്കണതിൽ കസ്റ്റമർക്ക് തൃപ്തിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടും എല്ലാവരും ഇവിടെ എത്തണം. മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, മുന്തിരിക്കൊത്ത് എന്നിവയാണ് പ്രധാനമായും വിൽക്കുന്നത്. എങ്കിലും പേരും പെരുമയും ഇപ്പോഴും പുന്നമൂട്ടിലെ മുറുക്കിനാണ്. ദിവസങ്ങളോളം കേടാകാതെ ഇരിക്കുന്നതിനാൽ വിവാഹ ചടങ്ങുകൾക്കും വിദേശയാത്രയ്ക്കും പലഹാരങ്ങൾക്ക് പ്രിയമേറെ. എന്തായാലും വന്നല്ലേ ഉണ്ടാക്കി നോക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് കടയിടത്തില്ല. കടയിട്ടാ പഠിപ്പിക്കുവോ? ഇല്ലല്ലോ. എന്നാ കടയിടത്തില്ല. എങ്ങനെയാ ഇത്? അല്ല, എങ്ങനെ പറ്റും? അതാണ് പാട്. നടക്കൂല. ഈ കാണുന്നത്ര എളുപ്പമല്ല ഈ ഇതുപോലെ പലഹാരം ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പരിചയ സമ്പത്തും ഒപ്പം തന്നെ ഈ പലഹാരങ്ങളുടെ സ്വാദും അതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ പല ഭാഗത്തു നിന്നും എത്തുന്നത്. നല്ല മുരുകനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.